പെട്ടെന്ന് വീട്ടിൽ തന്നെ നേരാക്കി എടുക്കാൻ പറ്റിയ ഒരു മീനാണ് കേട്ടോ ഇത്. ജിലേബി മീൻ. നമുക്ക് കടയിലൊന്നും പോയി നേരാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, ഫുൾ തിരക്കായിരുന്നു. നാട്ടിൽ വന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ കത്രിയുടെ സെൻറ്ററിൽ മീനിൻ്റെ മുള്ളൊന്ന് വെച്ച് കൊടുത്ത ശേഷം അത് നല്ല പ്രസ് ചെയ്തിട്ട് വേണം തിരിച്ചെടുക്കുക കേട്ടോ. മീനിൻ്റെ മുള്ളിലേക്ക് കത്രിക നല്ല പ്രസ് ചെയ്തിട്ട് വേണം മീനിനെ തിരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത്. അതുപോലെ ഈ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത ശേഷം അതും കൂടി ഒന്ന് തിരിച്ചു കൊടുത്താൽ, അതായത് മീനിനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ആ മുള്ളിൻ്റെ ഭാഗം കൂടി റിമൂവ് ആയി കിട്ടും കേട്ടോ. എന്നിട്ട് തലയിലെ ഭാഗമൊക്കെ കൈകൊണ്ട് തന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡും തലയിലെ ഭാഗം കൂടി ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ കണ്ണോട് കൂടിയാണ് അത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് കത്രിക കൊണ്ട് ആവശ്യമില്ലാത്ത ആ ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാല് ആദ്യം കട്ട് ചെയ്യരുത് കേട്ടോ, അപ്പോൾ നമുക്ക് പിടിക്കാനുള്ള ആ ഗ്രിപ്പൊന്നും കിട്ടില്ല. എന്നിട്ട് മീനിൻ്റെ സെൻറ്റർ പോർഷൻ കൂടി കട്ട് ചെയ്ത ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. വിരൽ കൊണ്ട് തന്നെയാണ് കേട്ടോ മീനിൻ്റെ സ്കേൽസ് എല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇതിനും കത്രികയോ കത്തിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മീനിൻ്റെ വാല് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല കേട്ടോ മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ എല്ലാ മീനും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. മീനിൻ്റെ വാലും കൂടി ലാസ്റ്റ് കട്ട് ചെയ്ത ശേഷം നമുക്ക് മീനെല്ലാം നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ മീനിൻ്റെ സ്മെല്ല് പോകാൻ, അതായത് ഇത് പുഴ മീനാണ്, അപ്പോൾ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടി ഒരു ടിപ്സും കൂടി പറഞ്ഞു തരാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മീനിൻ്റെ ആ ഒരു സ്മെല്ലങ്ങ് പോയി കിട്ടും കേട്ടോ. ഇത് എൻ്റേതായ ഒരു ടിപ്സാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം മീനെല്ലാം പൊരിക്കാനായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം മീനിൻ്റെ സെൻറ്ററെല്ലാം ഒന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും മീനെല്ലാം മാറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, അതായത് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഒരു അളവിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുരുമുളക് പൊടി ഇട്ട ശേഷം ഇതിലേക്ക് ഗ്രീൻ മൗണ്ടിൻ്റെ ഫിഷ് മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു മസാല എക്സ്ട്രാ ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കൂടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ലുലുന്ന് വാങ്ങിച്ചാണ്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കുക. അപ്പോൾ മസാലകളെല്ലാം ഒന്ന് മീനിലേക്ക് അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് പാൻ വയ്ക്കുക. പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.